ഈ സിനിമയിലെ സ്കിറ്റുകളില്ലേ, അതെങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്? അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആഴ്ചത്തെ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എവിടെ പോകുമ്പോഴും ഒക്കെ നമ്മളുടെ ചിന്ത അടുത്തത് എന്താന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ആഴ്ച എന്ത് ചെയ്യും എന്നുള്ളത് നോക്കുമ്പോൾ പത്രം അരിച്ചു പെറുക്കി വായിക്കും, ന്യൂസാണ് മൊത്തം കേൾക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സബ്ജക്റ്റ് കിട്ടും. അപ്പോൾ സമകാലീന വിഷയം എത്രയും പെട്ടെന്ന് എടുത്ത് നമ്മൾ അവതരിപ്പിക്കും. ഈ സെല്ലുലോയിഡ് എന്ന സിനിമയിൽ എങ്ങനെയാണ് ജയരാജ് വന്നത്? എങ്ങനെയാണ് അത്? സിനിമാല സെല്ലുലോയിഡിൽ ജോൺസൺ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യാനായിട്ട് കുറെ പേരെങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പുതിയൊരു ആളെ ഇടാന്ന് പറഞ്ഞപ്പോഴാണ് സിനിമാലയുടെ ഒരു എപ്പിസോഡ് കമൽ സാറിന്റെ വീട്ടിൽ നിന്ന് കമൽ സാറിന്റെ വൈഫ് കണ്ടപ്പോൾ ഇയാൾ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, ഇങ്ങനെ ഇദ്ദേഹം എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ കമൽ സാറ് അസോസിയേറ്റിനെ വിളിച്ച് സഫീർ സെറ്റ്, നമ്മുടെ വലിയൊരു സുഹൃത്താണ്, പുള്ളി ഇപ്പോൾ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ പുള്ളി 3-4 പ്രാവശ്യം വിളിച്ചിട്ട് എനിക്ക് പരിചയമില്ലാത്ത നമ്പർ എന്തോ ഞാൻ എടുത്തില്ല. അപ്പം ധർമ്മജൻ തൊട്ട് പുറകെ എന്നെ വിളിച്ച്, എൻ്റെ ചേട്ടാ ഫോണൊന്നും എടുക്ക്, സഫീർ സെറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കൺട്രോളാണ് ചേട്ടനെ വിളിക്കണം, ചേട്ടൻ തിരിച്ച് വിളിക്ക്. ഞാൻ തിരിച്ച് വിളിച്ചു, സഫീർ സെറ്റാണ്, കമൽ സാറ് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ കമൽ സാറിൻ്റെ വീട്ടിൽ ചെന്നു. ഞാനിങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അതിലൊരു ക്യാരക്ടർ ഉണ്ട്, അപ്പോൾ നിങ്ങളുടെ അപ്പിയറൻസ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആയിട്ടില്ല, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞു. ഞാൻ വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഈ ലോയ് സാറ് പറഞ്ഞാൽ കയ്യിലൊരു ചോക്ക് പെൻസിലിരിക്കുമ്പോൾ ചോക്കുമല തേടി പോകണ്ട, സിനിമാല കയ്യിലിരിക്കുമ്പോൾ നമ്മൾ സിനിമ തേടി പോകണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സഫീർ സെറ്റ് വിളിച്ച്, ജയരാജ ഒന്നുകൂടി ഒന്ന് ചെല്ലണം കമൽ സാർ ചെന്ന്. കമൽ സാറ് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി പോയി. ഇത്രയും വലിയൊരു സാധനം ഞാൻ അന്ന് പോലെ ടെൻഷനാണ്. കമൽ സാർ എൻ്റെ അടുത്ത്, ജയരാജ ഇത്തിരി വയറ് കുറച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഞാൻ അന്നൊരു പട്ടിണിയാണ് നേട്ടാവും, വയറ് ഒരു പൊടി പോലെ പറഞ്ഞു. ഞാൻ സാറേ വയറ് ഒട്ടും കുറഞ്ഞില്ല, പട്ടിണി കിടക്കാവുന്ന മാക്സിമം കുറഞ്ഞു. അത് കുഴപ്പമില്ല, താങ്കൾ പോരുന്നു പറഞ്ഞു. ഷൂട്ടിൻ്റെ സ്ഥലത്ത് ചെന്ന് അങ്ങനെ പട്ടണം റഷീദ്ക്ക എന്നെ വിഗ്ഗൊക്കെ എടുത്ത് വെച്ച് മേക്കപ്പ് കമൽ സാറിൻ്റെ ഉള്ളത് ഓക്കെയാണ്, ഇയാൾ മതി എന്ന് പറഞ്ഞു. അപ്പം ആ ഫോട്ടോയായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്, പഴയ ഈ ജോൺസൺ ആയിട്ടുള്ള ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അതിന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് തുടങ്ങി. ഇവ എത്ര ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ അധികം പടങ്ങളിലൊന്നും, സെല്ലോട് കഴിഞ്ഞതിന് ശേഷം പടം കഴിഞ്ഞ് തന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ, സുരാജാണ് ആദ്യം വിളിക്കുന്നത്. സുരാജ് അണ്ണ കാലക്കി അണ്ണാന്നു, ഇത് അണ്ണന് ബ്രേക്ക് ആയിരിക്കുന്നു. അങ്ങനെ വിളിക്കുന്ന നാഷിക വിളിച്ചു, കോട്ടയം നസീർക്ക് വിളിച്ചു, അങ്ങനെ എല്ലാവരും വിളിച്ചിട്ട് നല്ല ടീനി ടോം, അങ്ങനെ ഒത്തിരി മ്യൂസിക്കാണ്. നല്ലൊരു സംഭവമായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ബ്രേക്ക് ആയിരിക്കുന്നു. ഞാൻ ആരും ഫോളോ അപ്പ് ചെയ്യാൻ പോയില്ല. അപ്പൊ അതെല്ലാം പറയട്ടെ, നീ ഒരു സിനിമ ചെയ്തെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, നീ എല്ലാവരും പോയി കാണണം, കാരണം അവർക്ക് 100 കാര്യങ്ങളൊക്കെ നിന്നെ ഓർത്തിരിക്കുന്നൊന്നുമില്ല. അത് മമ്മിക്ക് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ പോയി കാണും. പക്ഷെ എന്തോ നമ്മൾ ചെന്ന് കണ്ടിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ചേട്ടനോട് അവസരം ചോദിച്ചിട്ട് ചേട്ടൻ തന്നില്ലെങ്കിൽ പിന്നെ ചേട്ടനെ ഞാൻ കാണുമ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ഒരു പരിപാടി ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ അതൊരു സംഭവം ഉണ്ടാക്കണ്ട വെച്ചാൽ ഞാൻ ആരെ പോയി കണ്ടില്ല. അല്ല, അവിടെയാണ് മമ്മൂട്ടീനെ നമ്മൾ മാതൃകയാക്കണ്ടേ. ആരെങ്കിലും സിനിമ എടുക്കണ്ടെങ്കിൽ അതിലപ്പോൾ ഞാനെപ്പോഴാ വരണ്ടേ? അവിടെയാണ് നമുക്കൊക്കെ പറ്റിയൊരു ചമ്മല്. വരട്ടെ, അങ്ങനെ വേഷങ്ങളൊക്കെ വരട്ടെ, രണ്ടുപേർക്കും വരട്ടെ. കാരണം വേറൊന്നുമല്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഇത് വേണം, എന്താണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്ന ഒരാൾ വേണമെന്നില്ല, ശകലമൊക്കെ അഭിനയിച്ചാൽ മതി. അല്ല വലിയൊരു അഭിനയം ഇനിയൊന്നും വേണ്ട. അങ്ങനത്തെ കഥകളാണ്, അങ്ങനത്തെ ഒരു രീതിയാണ്, ഒരു ട്രെൻഡ്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അങ്ങനെയാണ്. നമ്മളപ്പോൾ ആ ട്രെൻഡിന്റെ പുറകെ നമ്മളും പോവുക, അത്രേ ഉള്ളൂ. കൊറോണ കാലത്തൊരു പാരഡി ഉണ്ടാക്കിയെന്ന് കേട്ടു, അതെന്തായിരുന്നു? അത് ഒരു ശരാശരി മലയാളിയോട് ഇന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ സർക്കാർ തന്നെ അതിങ്ങനെ വലിയ വലിയ ലോൺ എടുത്തും കടമെടുത്തും ഇങ്ങനെ കടക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരാശരി മലയാളി ഓൾറെഡി കടക്കാരാണ്, സർക്കാരുണ്ടാക്കിയ കടത്തിലാണ്. അതിനേക്കാൾ ഉപരി ഒരു ശരാശരി മലയാളിയോട് നമ്മൾ ചോദിക്കുകയാണ്, ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടൻ്റെ ജീവിതം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, എൻ്റെ എല്ലാം ലോണ, ഈ കൂളിംഗ് ഗ്ലാസും ലോണ, എൻ്റെ കാലിക്കിടക്കണ വള്ളിച്ചെരിപ്പും ലോണ, അതും ലോണ, എൻ്റെ ഭാര്യയുടെ കാതിലെ മുക്കിൻ്റെ കമ്മലും ലോണ, അതും ലോണ, ഞാൻ ധരിക്കും പാൻറ്റും ഷർട്ടും, ഞാൻ കഴിച്ച പുട്ടും മുട്ടയും, ഞാൻ കുളിക്കും സോപ്പും ലോണാടോ, അണ്ടർവെയറും ലോണ, ചങ്ങാതി. ഇതൊരു ശരാശരി മലയാളിയുടെ അവസ്ഥയാണ്.
അത് കൊറോണ വന്നപ്പോ കുറെ പേര് കുറെയൊക്കെ പഠിച്ചു. ദാരിദ്ര്യം എന്നുള്ളത് അറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് ജനത്തെ പഠിപ്പിച്ചതാണ് കൊറോണ. അപ്പൊ കൊറോണ ഒരു മാരകമല്ല, പലതും നമ്മളെ പഠിപ്പിച്ചു പലതും പഠിപ്പിച്ചതാണ്. പൈസ കൊണ്ട് യാതൊരു കാര്യമില്ല, വിസ കൊണ്ടും യാതൊരു കാര്യമില്ല. ഇവിടെ പലരും വിസ എടുത്ത് വെച്ചു. കാരണം കേരളത്തിൽ എന്തെങ്കിലും പ്രളയമോ ബാക്കി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ദുബായി പോവാം. അതെ, പിന്നെ ദുബായ് വിസ ഇല്ലെന്നുണ്ടെങ്കിൽ ലണ്ടനിൽ പോവാം, അല്ലെങ്കിൽ US പോവാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞു. അങ്ങനെ ലോകമാന വിസയും എടുത്ത് വെച്ചവരുണ്ട്. ലോകരെ മുഴുവൻ വരുതിയിലാക്കി വെറുമൊരു കുഞ്ഞൻ വൈറസ് വമ്പന്മാരായി മേനി നടിച്ചവർ കൊമ്പും കുത്തിയിരിപ്പായ്. ലോകരെ മുഴുവൻ വരുതിയിലാക്കി വെറുമൊരു കുഞ്ഞൻ വൈറസ്. അതെ, കറക്റ്റ്. അതുപോലെ വേറൊരു പാട്ട് പാടിയിട്ടുണ്ട്. ചൈനയിൽ നിന്നും വന്ന ഒരു ഗസ്റ്റാമോനെ, സൂക്ഷിച്ചില്ലേൽ നമ്മൾ വെറും ഗോസ്റ്റാമോനെ. ഒരു ഷെയ്ക്ക് ഹാൻഡിലൂടെ അവൻ കൂടെ പോരും, ഒരു തുമ്മൽ പനിയിലൂടെ മുട്ടൻ പണിയും നൽകും. ഗോ കൊറോണ, ഗോ ഗോ കൊറോണ, ഗോ കൊറോണ, ഗോ ഗോ കൊറോണ. മേഡ് ഇൻ ചൈനയിൽ നിന്നും വന്ന ഒരു ഗസ്റ്റാമോനെ, സൂക്ഷിച്ചില്ലേൽ നമ്മൾ വെറും ഗോസ്റ്റാമോനെ. ഇതൊക്കെ ഈ കൊറോണ സമയത്ത് വിൽസൺ ചേട്ടനാണ്ടാ. വിൽസൺ ചേട്ടൻ വില്ലി. ഞാൻ ചേട്ടന് വിൽസൺ ചേട്ടനെ അനുകരിച്ച് ഏതൊരു ഈ പ്രോഗ്രാമിൽ തന്നെ ചേട്ടൻ വിൽസൺ ചേട്ടനെ അനുകരിച്ച്. വിൽസന്റെ അടുത്ത് ചോദിക്കുന്ന എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ പറയാം. വിൽസൺ ഓഡിയോസിന്റെ മുതലാളിയാണ് വിൽസൺ. എറണാകുളത്താണ്. കുറെ പേർക്ക് അറിയാം. മണിച്ചിത്രത്താഴ് തുടങ്ങി ഒരുപാട് സിനിമയുടെ ഓഡിയോ എടുത്ത ഒരു വ്യക്തിയാണ്. പാരഡി കാസറ്റ് ഞാൻ തന്നെ ഒരു 2000 പാട്ടെങ്കിലും പുള്ളിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഞാൻ വിൽസനായിട്ടിരിക്കുകയാണ്. ചേട്ടാ, ഇപ്പോൾ പാട്ട് എഴുതിയിട്ടുണ്ട്, നമുക്കത് റെക്കോർഡ് ചെയ്യണ്ടേ? ഒരു പാട്ടിന് എത്ര വെച്ച് തരും? ഒരു പാട്ടിന് എത്ര വെച്ച് തരും? എത്ര രൂപ വെച്ച് തരാൻ പറ്റും? പാട്ടിനിപ്പോ എത്ര രൂപ വരും? അല്ല, ഒരു 3 രൂപ വെച്ച് മൊത്തം ഒരു 15 രൂപ. 3 രൂപ. 8 പാട്ടുണ്ട് എൻ്റെ 5 രൂപ 5 എണ്ണത്തിന്റെ പൈസ. പാട്ടിനിപ്പോ മാർക്കറ്റ് ഒന്നുമില്ല. നമ്മള് മിമിക്രിയൊക്കെ സ്കിറ്റൊക്കെ ചെയ്തിട്ടേ ഈ ക്യാബിനിൽ നോക്കുമ്പോ ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണുണ്ടാവും. ഇത് എൻ്റെ അടുത്ത് വന്ന് ഞാൻ ചിലപ്പം ഈ ക്രിസ്ത്യൻ ഡിവോഷനിലൊക്കെ പാടിയിട്ട് പുള്ളിയുടെ പാട്ട് വന്ന് പാടിയിട്ട് അവിടെ ഇരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, വലിയ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എങ്കിൽ പിന്നെ പറഞ്ഞൂടെ? അല്ലെ, എങ്കിൽ പിന്നെ നിങ്ങളൊന്ന് പറഞ്ഞൂടെ നന്നായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ് വരുമ്പോഴത്തേ നന്നായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. നിങ്ങളിങ്ങനെ മോന്തങ്ങനെ കൊഞ്ഞനം കുത്തി ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ അത് ശരിയാവുന്നത്? നന്നായിട്ടുണ്ടെന്ന് പറയണം. നന്നായിട്ടുള്ളതുകൊണ്ടാണല്ലോ ഞാൻ മിണ്ടായിരുന്നത്. നന്നായിട്ടുള്ളതുകൊണ്ടാണ് പുള്ളി മിണ്ടാണ്ടിരുന്നത്. അതൊരു ക്യാരക്ടറാണ്.